ഹബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ ടേസ്റ്റിയായ യമ്മി വിഭവം മുട്ടക്കറി അങ്ങോട്ട് തയ്യാറാക്കിയെടുത്താലോ. വളരെ ഈസി ആയിട്ട് വളരെ രുചികരമായി നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രുചികരമായ മുട്ടക്കറി റെസിപ്പി കണ്ടാലോ. കൂടാതെ പരിപ്പ് കറിയും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടക്കറി ഭൂരിയോടൊപ്പം ചപ്പാത്തിയോടൊപ്പം പത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ടക്കറി റെസിപ്പിയും കൂടാതെ നമ്മൾ പരിപ്പ് കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറിൻ്റെ ചോറിൻ്റെ അതേപോലെ തന്നെ ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി നമ്മുടെ പരിപ്പ് കറി ഇങ്ങോട്ട് തയ്യാറാക്കിയെടുത്താലോ. അടിപൊളി യമ്മി വിഭവങ്ങളാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന യമ്മി വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റിലാണ് ഞാൻ മുട്ടക്കറിയും പരിപ്പ് കറിയും റെഡിയാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈസി റെസിപ്പികളായ മുട്ടക്കറിയുടെയും പരിപ്പ് കറിയുടെയും വീഡിയോ നിങ്ങൾ കണ്ട ശേഷം റെസിപ്പി കണ്ട ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാ കൂട്ടുകാരും ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൂട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. നാളികേരത എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിലാണ് ഞാൻ നാളികേരം സെറ്റാക്കി എടുത്തത് കേട്ടോ. എന്നിട്ട് ഇതാ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ നമ്മുടെ ചെറുള്ളി 4 അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ പെരിഞ്ചീരകം 1/4 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഒക്കെ പാകത്തിനാണ് കേട്ടോ ചേർക്കുവാൻ. എന്നിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങായിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വെണ്ണ പോലെ അങ്ങോട്ട് അരിച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വളരെ യമ്മി മുട്ടക്കറി ആട്ടോ സെറ്റാക്കി എടുക്കാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ അങ്ങോട്ട് നമ്മുടെ തേങ്ങാക്കൂട്ട് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി സെറ്റാക്കി എടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി റെസിപ്പിയാണ് എൻ്റെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, വെണ്ണ പോലെ അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് അങ്ങോട്ട് സെറ്റാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീഞ്ചിട്ടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് മുട്ടക്കറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ടേ. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നാൽ നമുക്ക് മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പച്ചമുളക് കേട്ടോ. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളക് മാത്രമേയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി റെസിപ്പിയാണ് എൻ്റെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സബോള നല്ലതുപോലെ അങ്ങോട്ട് വേവണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മീഡിയം സൈസിൽ നമ്മൾ തക്കാളിക്കുട്ടൻ കേട്ടോ അതാ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് കേട്ടോ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാ കൂട്ടുകാരും ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത്രയും ടേസ്റ്റിലാണ് ഞാൻ മുട്ടക്കറി അങ്ങോട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം മിക്സി ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ. നല്ലതുപോലെ തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. നല്ലതുപോലെ അങ്ങോട്ട് തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 4 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട. അപ്പോൾ ഒരെണ്ണം പൊട്ടിക്കുന്നതാട്ടോ കാണിക്കുന്നത്. പിന്നെ 4 ഒഴിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി യമ്മി ടേസ്റ്റി മുട്ടക്കറി റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. അങ്ങനെ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ നല്ലതുപോലെ അങ്ങോട്ട് തിളച്ച് വരണം. ഇനി നല്ലതുപോലെ തിളച്ച് വരുന്നത് കണ്ടോ. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. കൂട്ടിൽ കിടന്നിട്ട് നല്ലതുപോലെ നമ്മുടെ മുട്ടക്കറി ഇങ്ങോട്ട് സെറ്റായി കിട്ടും. അടിപൊളി ടേസ്റ്റാട്ടോ മക്കളെ. അതാ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. അടിപൊളി യമ്മി അതാ ഇതേ രീതിയിലാട്ടോ മുട്ടക്കറി സെറ്റായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാ കൂട്ടുകാരും ഒന്ന് അറിയിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ മുട്ടക്കറി കേട്ടോ. തയ്യാറാക്കിയത് പത്തിരി കേട്ടോ.
പത്തിരിയുടെ കൂടെ കഴിക്കാനാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ഭൂരിയുടെ ഒപ്പം ചപ്പാത്തിയുടെ കൂടെ കൈപ്പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ടക്കറി ആട്ടോ ഇത്. അപ്പം നമുക്ക് അടുത്തതായി നമ്മുടെ പരിപ്പ് കറി ഈസി റെസിപ്പി കേട്ടോ. അതാ പരിപ്പ് നല്ലതുപോലെ അങ്ങോട്ട് കഴുകിങ്ങായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതാ മീഡിയം സൈസുള്ള സബോളയും പിന്നെ മീഡിയം സൈസുള്ള തക്കാളിയും പിന്നെ പച്ചമുളക് കേട്ടോ. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിടുക, പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങായിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി യമ്മി ടേസ്റ്റി പരിപ്പ് കറി കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദാ വിസിൽ വരുന്നുണ്ട് കേട്ടോ. സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി വെച്ചെടുത്താലോ. പാകത്തിനങ്ങോട്ട് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് ചെറുള്ളി പിന്നെ വെളുത്തുള്ളി കുനുകുന അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി വെക്കണം. അതാ നമ്മുടെ കടുകൊക്കെ പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് ചെറുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തങ്ങായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നതിനെ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ പരിപ്പ് കറിക്ക് കേട്ടോ. അപ്പോൾ ഞാനിതാ നെയ്ച്ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം കഴിക്കാനാട്ടോ ഞാൻ ഈ പരിപ്പ് കറി റെഡിയാക്കി എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാട്ടോ ഈ പരിപ്പ് കറി. അടിപൊളി ടേസ്റ്റിയായ യമ്മി പരിപ്പ് കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്ത ശേഷം നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കണം. അപ്പം നമ്മുടെ യമ്മി ടേസ്റ്റി ഈസി റെസിപ്പിയായ പരിപ്പ് കറി ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി യമ്മി ടേസ്റ്റി പരിപ്പ് കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിലാണ് ഞാൻ ഈ പരിപ്പ് കറി തയ്യാറാക്കിയത് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി യമ്മി ടേസ്റ്റി റെസിപ്പികളാട്ടോ, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് നമ്മുടെ പരിപ്പ് കറിയും നമ്മുടെ മുട്ടക്കറി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ കൂട്ടുകാരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.